ഒരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത്തും ബബിതയും കൂടി പോകണ് അമ്മനെ കാണാൻ. അപ്പോൾ വഴിയിലെത്തുമ്പോൾ ചോദിക്കുന്നത്, ഇതാണോ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു, ഞാൻ വന്നതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും, അമ്മനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണ്ടേ? എല്ലാം പറയണം. അപ്പോൾ നമ്മൾ കൊല്ലപ്പള്ളിയിലാണെന്ന് പറയണം. ശിവൻ അങ്കിളും രാജീവൻ അങ്കിളും നമ്മളങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയണം. അങ്ങനെ തന്നെ പറയണം. നമ്മൾ അലീനനെ പറഞ്ഞയക്കാൻ നോക്കിയിട്ട് അച്ഛൻ രണ്ടാമത് വിളിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറയാമെന്ന് പറയാം. ശരി, എന്നാൽ അച്ഛൻ എന്തെങ്കിലും ചോദിക്കൂലേ, നമ്മളോട് അങ്ങോട്ട് വായ മക്കളെ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും പറയാൻ വഴിയില്ല, ഇനിയിപ്പോൾ പറഞ്ഞാലും ഞങ്ങൾ വരില്ല എന്ന് തീർത്ത് പറയണമെന്ന് പറയും. ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറണ്. അപ്പോൾ രണ്ടാളെയൊന്നും കയറ്റാൻ പറ്റില്ല, ഒരാളെ മാത്രം കയറ്റാൻ പറ്റുള്ളൂ എന്ന് നേഴ്സ് പറയുമ്പോൾ, ഇത് പേഷ്യൻറ്റിൻ്റെ മക്കളാണ്, രണ്ടുപേരും കൂടി അല്ലേ കാണാൻ വന്നത്, ഒന്ന് കണ്ടിട്ട് പോക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറയാം. ശരി എന്ന് പറയും. എന്നിട്ട് പറയും, ഒരക്ഷരം പോലും അമ്മനോട് ചോദിക്കരുത്, മിണ്ടരുത്, അമ്മയ്ക്ക് മിണ്ടാൻ പറ്റില്ല, അങ്ങനെ സംസാരിപ്പിക്കാനും ശ്രമിക്കരുത്, ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്ന് മാത്രം എന്ന് പറയും. അങ്ങനെ അവർ സമ്മതിക്കും. എന്നിട്ട് അകത്ത് കയറും. പക്ഷെ കയറിയ വഴിക്ക് തന്നെ ബബിതയും രോഹിതും കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും പറയണ്. ഞങ്ങൾ അങ്ങോട്ട് പോയതും, ഞങ്ങളിപ്പോൾ കൊല്ലപ്പള്ളിയിലാണ്, അങ്കിളുമാർ രണ്ടുപേരും ഇവിടെ റൂം എടുത്ത് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്നുണ്ട്, അച്ഛൻ വല്ലപ്പോഴും വന്ന് പോകണുള്ളൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുശുമ്പ് പോലെ പറഞ്ഞു കൊടുക്കണം. അലീനനെ ബബിതയും ഹരിശങ്കറും കൂടെ വീണ്ടും ഇറക്കി വിട്ട്, പക്ഷേ അച്ഛൻ വീണ്ടും കൊണ്ടുവന്ന് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നേഴ്സിന് മനസ്സിലായി, നിങ്ങൾ എടുത്ത് സംസാരിക്കില്ലേ എന്ന് പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ ഇത് ഇറിറ്റേഷൻ എന്തോ തോന്നുന്നുണ്ടല്ലോ, നിങ്ങൾ നല്ലതൊന്നുമല്ല പറയണേന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനിപ്പോൾ കയറ്റി വിട്ടാലത്തെ തരം മതി കയറി വേഗം പോകാൻ പറയും. അപ്പോൾ രോഹിത് വൈജയന്തി ചേട്ടി പറയും, അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് മക്കൾമാർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മനുവും നമ്മുടെ ബാലചന്ദ്രൻ്റെ സഹോദരി സുലോചനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുലോചന ആൻറ്റി പറയുന്നുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട് ബാലേട്ടൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണില്ല, ഇന്നും വൈജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയുള്ള ഇഷ്ടമല്ലായിരുന്നു, അത് വൺ വേ അല്ല ആൻറ്റി എന്ന് പറയും. അല്ലായിരിക്കാം, പക്ഷേ എന്തായാലും വൈജ ബാലേട്ടന് എന്തായാലും മറ്റൊരു പെണ്ണില്ല, കാരണം ചെറുപ്പത്തിലേ തുടങ്ങി അവളായിരുന്നു മനസ്സിൽ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്തേക്ക് പോയത് തന്നെ എന്ന് പറയും. എനിക്ക് വൈജയ്ക്ക് ആഗ്രഹം എന്തോ ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. ആണോ, എനിക്കറിയില്ല എന്ന് പറയും. എന്തായാലും അലീന ബാലേട്ടൻ്റെ മോളല്ല എന്ന് തീർത്ത് പറയുന്നു സുലോചന. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും ആൻറ്റി, എന്തായാലും സത്യങ്ങളൊക്കെ പുറത്ത് വരും, കുറച്ചും കൂടെ ക്ലിയർ ആവട്ടെ എന്നറിയും. നിനക്ക് എന്തൊക്കെ അറിയാലോ മനു എന്ന് പറയും. കുറച്ചൊക്കെ അറിയാം ആൻറ്റി, കുറച്ചും കൂടെ അറിയാനുണ്ട്, അന്വേഷിക്കുന്നു ഞാൻ, അതിന് ശേഷം പറയാമെന്ന് പറയും. ശരി എന്ന് പറയും. പിന്നെ ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മനു വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ വയ്ക്കും. എന്തായി മനു എന്ന് നോക്കുമ്പോൾ, റൂമിലേക്ക് മാറ്റി ICUവിൽ നിന്ന് ആൻറ്റി അത് പറയാൻ വേണ്ടി വിളിച്ചെന്ന്. ഞാൻ വരേണ്ട കാര്യം ഉണ്ടോ നോക്കിയേ, വരേണ്ട കാര്യമൊന്നുമില്ല എന്നറിയാം. നിൻ്റെ അച്ഛനും ചെറിയ അച്ഛനാ, അവർ ഇവിടെ ഇല്ല, ചെക്കൗട്ടായെന്നാണ് ഞാൻ കേട്ടതെന്ന് പറയും. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, നീ കുറച്ച് കഴിയുമ്പോൾ പൊക്കോട്ടാന്ന് പറയും. ഞാൻ പൊക്കോളാം അങ്കിളേന്ന് പറയും. അങ്ങനെ മനു ഫോൺ വയ്ക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കൃഷ്ണമോള് യൂണിഫോമൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അലീന ചോറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിന്ന് പോകണം ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അത് സാരില്ല മോളെ എത്ര ദിവസം പോകാണ്ടിരിക്കും, മോള് പൊക്കോ, മാത്രമല്ല അച്ഛൻ പോകുമ്പോൾ ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകും, അച്ഛൻ കൊണ്ടുപോകുമോ ചോദിച്ച് നോക്കണം എന്ന് പറയും. എന്നിട്ട് അപ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് കൃഷ്ണമോള് അലീനയുടെ ഷാളിലാണ് തുടയ്ക്കുന്നതൊക്കെ കാണുന്നത്. അതൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളോട് കൃഷ്ണമോള് പറയാം, അച്ഛൻ ഞാൻ പോട്ടെ എന്ന് പറയാം. മോള് പൊക്കോ, നിൻ്റെ ജോലി പഠിക്കുക മാത്രമാണ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് പോണ വഴിക്ക് ബസ് കാശ് ഉണ്ടാ മോളെ എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ടച്ചാന്ന് പറയും. എന്നാൽ പൊക്കോളാൻ പറഞ്ഞ് പോകണ്. എന്നിട്ട് പിന്നെ ബാലചന്ദ്രന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുക്കണ അലീന. അപ്പോൾ പറയും, ഞാനും കൂടി പോരട്ടെ അച്ഛാ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയും. എന്തിനാ, മാഡത്തിനെ നോക്കാൻ. അവൾ 2 കാലം പ്ലാസ്റ്റർ ഇട്ടേക്കണ്, അല്ലെങ്കിൽ നിന്നെ കാലുകൊണ്ട് ചവിട്ടിയാനേന്ന് പറയും. അവൾ വായുകൊണ്ട് മാത്രം സംസാരിക്കാൻ പറ്റാത്തുള്ളെന്നുണ്ടെങ്കിൽ അതും ആയി എന്ന് പറയും. എന്നെ എന്ത് വേണം ചെയ്തോട്ടെ, എന്തായാലും കിടപ്പ് രോഗികളെ നോക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്, വേദനിപ്പിക്കാതെ നോക്കാൻ എനിക്കറിയാം എന്ന് പറയും. ഞാനൊന്ന് പോരാച്ചാന്ന് പറയും. ശരി, നോക്കെന്ന് പറയും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ശരി, വൈകി നിന്നെ അടുപ്പിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയും. എന്നാൽ ശരി, ഞാൻ വേറെ റെഡി ആവട്ടെ എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് സഹോദരന്മാർ രണ്ടുപേരും മൊബൈലിൽ നോക്കി ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അപ്പോൾ ആ സമയത്ത് ഹരിയുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അലീനനായിട്ട് വരും. ബാലചന്ദ്രനെ കാണുമ്പോൾ ഹരി എഴുന്നേൽക്കാൻ പോകും. അപ്പോൾ രാജീവൻ തടയുന്നുണ്ട്. വേണ്ട, നീ അവിടെ ഇരിക്കടാന്ന് പറയും.
അങ്ങനെ അയാൾ അവിടെ ഇരിക്കും. എല്ലാ ഗുണ്ടകളും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും. എന്താടാ ഹോസ്പിറ്റലിൽ നിൻ്റെ ഒരാളുടെ സ്വകാര്യ സ്വത്തൊന്നല്ല എന്ന് പറയും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കും, ഇഷ്ടമുള്ളിടത്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വാ മോളെ എന്ന് പറഞ്ഞാൽ ലീനനെയും കൊണ്ട് പോകും. അവളെ നോക്കാനാണോ ഇവന് നാണാവില്ല ഇവളെയും കെട്ടി വലിച്ച് നടക്കുക എന്ന് പറയും. എന്ത് നാണം, അവനെന്ത് നാണം എന്ന് പറയും. വൈജയനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ കൊണ്ടുവന്നത്, അങ്ങനെ നീ സമ്മതിക്കരുത് ടേട്ടാന്ന് പറയും. ഏയ് അതിന് ഞാൻ അനുവദിക്കൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് അലീന വൈജയന്തിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ആരെന്ന് ചോദിക്കും. ഇപ്പോൾ മൂത്ത മോളാണെന്ന് പറയും. മൂത്ത മോളാണെന്ന് പറയുമ്പോൾ വൈജയന്തിൻ്റെ മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഒരു സൈഡുണ്ടെങ്കിലും കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് നിൽക്കുന്നുണ്ട്. എന്താ പേര് നോക്കിയോ? അലീന. അലീന അത് ഒരു ക്രിസ്ത്യൻ പേരല്ലേ എന്ന് ചോദിക്കും. ആ സഹോദരങ്ങളെ പേര് നോക്കും. ഇപ്പോൾ രോഹിത്, ബബി, കൃഷ്ണ എന്ന് പറയും. അപ്പോഴും വൈജയന്തി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൈ ചുറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ JD പഠിച്ചതെന്ന് പറയും. അതൊരു ഹോം നേഴ്സിങ്ങിൻ്റെ ഇതല്ലേ, അപ്പോൾ എന്തിനാണ് പഠിച്ചത്, അതിന് ശമ്പളം കുറവല്ലേ എന്ന് പറയും. എനിക്ക് ശമ്പളം ആവശ്യമില്ല, എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം പോലെ പണമുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ശമ്പളം, എനിക്കത് ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ടെന്ന് പറയും. ഞാൻ നോക്കിക്കോളാം മേഡത്തിനെ എന്ന് പറയും. അത് സോറി അമ്മനെ എന്ന് പറയും. അയ്യോ ഞങ്ങളെ ചീത്ത പറയുമെന്ന് പറയും. അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എനിക്കറിയാമല്ലോ എന്ന് പറയും. അങ്ങനെ നേഴ്സുമാർ അവിടെ നിന്ന് പോകും. അങ്ങനെ കസേര എടുത്തിട്ട് അലീന വൈജയന്തി എടുത്തിരുന്നിട്ട് കൈമ പിടിക്കുമ്പോൾ വൈജയന്തി കൈ കുടയും. അപ്പോൾ അലീന പറയും എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഞാൻ മേഡത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ മിത്രമാണ്, അതിലോ മേഡത്തിന് മനസ്സിലാവാണ്ടെന്ന് പറയും. അപ്പോൾ വീണ്ടും അലീന കൈ പിടിക്കുമ്പോൾ കൈ കുടയുന്നുണ്ട്. പറയും എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇവിടെ മാറുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അലീന. എന്തോ വൈജയന്തി അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം ബാലചന്ദ്രൻ മനുവല്ല ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ മൂത്ത അളിയൻ വരുന്നുണ്ട്, സുനന്ദയുടെ ഭർത്താവ്. അപ്പോൾ ആൾ വന്നത് ഞാൻ വൈജയനെ കാണാൻ വന്നതാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറയാനിത് പനിയൊന്നും അല്ലല്ലോ ചേട്ടാന്ന് പറയും. അല്ല ഞാൻ ചോദിച്ചത് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിനൊക്കെ അതൊക്കെ ഭേദമുണ്ടെന്ന് പറയും. ഇത്തിരി ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും. അതിന് മുന്നേ ആക്സിഡൻറ്റ് സ്ഥലത്ത് പോയി കേസ് എടുക്കാനൊന്നും പറ്റില്ല, കാരണം സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയതെന്ന്, മറ്റൊരു വണ്ടിമേൽ ഇടിച്ചതാണെങ്കിലോ കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇത് കയ്യിൽ നിന്ന് പോയത് കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. സാരില്ല എന്ന് പറയും. അങ്ങനെ വൈജയന്തിനെ കാണാൻ പോകുമ്പോൾ മറ്റേ സഹോദരനോട് പറയുന്നുണ്ട്, ഗോവർദ്ധനോട് പറയും ചേട്ടനൊന്ന് റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, വൈജയ്ക്ക് വലിയ സന്തോഷമാവും എന്ന് പറഞ്ഞ് അതൊരു പരിഹാസമായിരുന്നു. അങ്ങനെ അയാൾ മൂത്ത സഹോദരനെ വൈജയനെ റൂം കാണിക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ ബാലചന്ദ്രൻ അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.